നമസ്കാരം. കേരളത്തിൽ ഇക്കുറി BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ഇറങ്ങിയത് കൊണ്ടാണ് തൃശ്ശൂരിലെ BJPക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു മിന്നും വിജയം നേടാൻ സാധിച്ചത്. സുരേഷ് ഗോപിയുടെ പ്രചാരണ വേളയിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും, മോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അദ്ദേഹത്തിനുണ്ടാകും, അതിൻ്റെ ഗുണം തൃശ്ശൂരിനും കിട്ടും കേരളത്തിനും കിട്ടും എന്ന് പലരും കണക്ക് കൂട്ടി. അങ്ങനെ അക്കൗണ്ട് തുറക്കുന്നതിന് മുൻപ് തന്നെ മന്ത്രിയായ ആളാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരെല്ലാം രംഗത്ത് വന്നു കഴിഞ്ഞു. സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനമാണ് എന്നുള്ളതും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ മന്ത്രിസ്ഥാനം ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു. താൻ സിനിമ രംഗത്തേക്ക് തന്നെ മാറുകയാണ്, അതുകൊണ്ട് 2 വർഷത്തേക്ക് മന്ത്രി പദവി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി നേരിട്ട് വിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കും, ഞാൻ എന്തും അനുസരിക്കും, അതുകൊണ്ട് നേരെ വണ്ടി കയറി. അദ്ദേഹം തന്നെയാണല്ലോ തീർച്ചപ്പെടുത്തിയതും സഹമന്ത്രി സ്ഥാനം പാർട്ടിയും തീർച്ചപ്പെടുത്തിയതാണ്. അപ്പോൾ പിന്നെ സുരേഷ് ഗോപി എന്തിനാ ഇപ്പോൾ മുറുമുറുക്കുന്നത്? സഹമന്ത്രി സ്ഥാനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന എന്തിനു വേണ്ടി? ഏത് തരത്തിലാണ് സുരേഷ് ഗോപി രംഗത്തേക്ക് വന്നത്? നേരിട്ട് കെട്ടിയിറക്കുകയായിരുന്നല്ലോ. ആദ്യം രാജ്യസഭയിലേക്കാണ് നോമിനേറ്റ് ചെയ്തത്. ലോക്സഭയിലേക്ക് മത്സരിക്കാനായിട്ട് മുമ്പ് പലതവണ ആവശ്യപ്പെട്ടിട്ടും മാറി നിന്നു. ഇടയ്ക്ക് നിയമസഭയിലേക്ക് മത്സരിച്ചു. തൃശ്ശൂരിൽ അദ്ദേഹം തോൽവി ഉണ്ടായിട്ട് പോലും അവിടെ തന്നെ നിറഞ്ഞു നിന്നു. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെയാണ് മറ്റ് ഏത് പാർട്ടിയിലുള്ള നേതാക്കന്മാരും ഒരു റോൾ മോഡലാക്കേണ്ടത്. പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ ചില എടുത്തുചാട്ടവും മറ്റു കാര്യങ്ങളും ഒക്കെ മന്ത്രി പദവിയിൽ ഇരുന്നാൽ ചിലപ്പോൾ അത് ദോഷമായിരിക്കും ഉണ്ടാക്കുന്നത്. 5 വർഷം തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന് 5 മാസത്തിന് മുമ്പ് തന്നെ രാജിവെക്കേണ്ടി വരും മന്ത്രി പദവി. കാരണം അദ്ദേഹം ഇപ്പോഴും ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഭരത്ചന്ദ്രൻ IPSന്റെ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് മാറാത്ത ഒരാളാണ്. എല്ലാം സിനിമയാണ്, സിനിമാ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെയാണ്. ഒരു ഭരണ നൈപുണ്യം അദ്ദേഹത്തിൽ ഉണ്ടായിട്ടില്ല. സിനിമാ ലൊക്കേഷനിൽ കാണുന്നതല്ല ഭരണ നൈപുണ്യം. മമ്മൂട്ടി ജില്ലാ കളക്ടറായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ ഒക്കെ അഭിനയിച്ചതുപോലെ അല്ല കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലൊരു പദവിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെതായ ഗോഷ്ഠിയിലൂടെയാണ് സുരേഷ് ഗോപി പോകുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സഹമന്ത്രി സ്ഥാനം ഇരിക്കുമ്പോൾ ഒരു ഈഗോ വർക്ക് ചെയ്യുകയും ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയുമല്ല. അപ്പോൾ തൻ്റെ വകുപ്പിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള മന്ത്രിയുമായിട്ടും പല കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. അല്ലെങ്കിൽ നല്ല ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. പക്ഷേ ആരെ വകവയ്ക്കും? IAS ഓഫീസർമാരെ വകവയ്ക്കുമോ ചിലപ്പോൾ? കാരണം ഈ സിനിമാക്കാരൻ്റെതായ പരിവേഷമെല്ലാം കാണിച്ചുകൊണ്ടായിരിക്കും അങ്ങോട്ട് ചാടി ഇറങ്ങുക. ഇവിടെ നമ്മൾ ആലോചിക്കണം, ലോക്സഭയിൽ വിജയം ഉണ്ടാകാതെ തന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് 4 മന്ത്രിമാർ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. O രാജഗോപാലും അൽഫോൻസ് കണ്ണന്താനവും രാജീവ് ചന്ദ്രശേഖരും V മുരളീധരനും ഇവര് ലോക്സഭയിൽ നിന്നല്ല രാജ്യസഭാ നോമിനികളാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു. സുരേഷ് ഗോപി അമിത ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചു നിന്നത്. ആ അമിത ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന് കുഴപ്പമുണ്ടാക്കിയത്. മന്ത്രി പദവി കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ 10 വകുപ്പുകൾ ഇങ്ങോട്ട് തരൂ, ആ വകുപ്പുകളുടെ ഏകോപന സമിതിയാകിയാൽ മതി. അത് 10 വകുപ്പുകൾ ഏകോപന സമിതിയുടെ ഒരു സ്ഥാനത്ത് നിൽക്കാമെന്ന്. ഇദ്ദേഹത്തിന് ഈ എവിടെയാണ് ഈ സിനിമാക്കാര് എഴുതി കൊടുക്കുന്ന ഡയലോഗ് കാണാതെ പഠിച്ച് വളരെ ഈ നെഞ്ചു വിരിച്ചെന്ന് പറയുന്ന രീതിയാണോ ഭരണത്തിൽ ഉണ്ടാകുന്നത്? അപ്പോൾ ഭരണം എന്താണ് എന്നറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇവരൊക്കെ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കുമ്പോഴാണല്ലോ ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കാൻ തുടങ്ങിയത്. ഇല്ലെങ്കിലല്ല ഇവരെല്ലാം അഭ്രപാളികളിൽ നിൽക്കുന്ന വലിയ താരപരിവേഷത്തോടു കൂടിയവരല്ലേ. ഇവരെന്തോ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ എന്ന് തോന്നിപ്പോകും. ദന്തഗോപുരത്തിൽ വസിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് പല കാര്യങ്ങളും ജനങ്ങളുമായിട്ട് അടുത്തിടപഴകാൻ കഴിയാതെ പോയത്. ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹത്തിന് അത്രയെങ്കിലും, അല്ലെങ്കിൽ 3 തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭയും 2 ലോക്സഭയിലേക്കും.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭരണം ഇങ്ങ് നേരെ കയറിയിരുന്നു കഴിഞ്ഞങ്ങ് ഭരിക്കുകയല്ല. അതിന് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് സുരേഷ് ഗോപിക്ക് ഭരണം കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ അതൃപ്തി തൃശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് തിരികെ വിധി എഴുതും. കേരളത്തിൽ BJP ഇനിയും വളരാൻ വേണ്ടിയാണ് കേന്ദ്രത്തിലൊരു മന്ത്രി പദവി കൊടുത്തത്. അത് ഇവിടെ വെച്ച് തന്നെ ഒരുപക്ഷെ സുരേഷ് ഗോപി തന്നെ ഇല്ലാതാക്കി കൊടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടുത്തെ BJP ഘടകവുമായിട്ട് പോലും സുരേഷ് ഗോപി സഹകരിക്കാറില്ല. നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ നേരിട്ടുള്ള ബന്ധമാണ് സുരേഷ് ഗോപി വെച്ച് പുലർത്തുന്നത്. സംസ്ഥാന ഘടകത്തിൻ്റെ രീതിയിലൂടെ അല്ല പോകുന്നത്. സ്വയം പ്രഖ്യാപനം നടത്തി അവിടെ തൃശ്ശൂരിൽ ഇറങ്ങിയ ആളാണ്. അങ്ങനെയുള്ള ആള് ഒരു സഹമന്ത്രി അല്ല, ഒരു MP സ്ഥാനത്ത് തന്നെ ചിലപ്പോൾ പലതും ഇനി ആക്രോശിച്ചുകൊണ്ട് ഒരു സിനിമാക്കാരൻ്റെതായ പരിവേഷത്തിൽ ഇറങ്ങി സ്ഥാനം കളയാതിരുന്നാൽ നന്നായിരുന്നു.